അരുണേ, അവൾ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതവൾ? എടാ മാളു. അതെയോ? എങ്ങനെയാ നിന്റെ പ്ലാൻ? നമ്മുടെ കാട്ടിലെ അച്ചായൻ്റെ ഹോം സ്റ്റേ ഇല്ലേ, അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അവൾ അതിനൊക്കെ സമ്മതിച്ചോ? സമ്മതിപ്പിക്കലല്ലേ നമ്മുടെ ഡ്യൂട്ടി. അവിടെ റൂം എടുക്കുന്ന കാര്യം അവൾക്കറിയാമോ? എടാ, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? എല്ലാം സെറ്റാണ്. അവൾക്ക് കാട്ടിൽ മാത്രം വളരുന്ന ഔഷധ ഗുണമുള്ള സസ്യങ്ങളുടെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ കോളേജിൽ നിന്നും കൊടുത്തത്. അവളത് ഭംഗിയായി ചെയ്യാൻ എന്നെ സഹായത്തിന് വിളിച്ചതും കൂടിയാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ അവളോട് വെച്ച് കാച്ചിട്ടുണ്ട്. എടാ മോനെ, പ്ലാനിംഗ് ഒക്കെ സൂപ്പറാണ്, പക്ഷെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് പോലെ നടക്കണം. എന്നാൽ ലക്ഷങ്ങൾ കിട്ടും. ഇപ്പോൾ റേപ്പ് വീഡിയോകൾക്കാണ് കൂടുതൽ ഡിമാൻഡ്, മനസ്സിലായോ? നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറിജിനൽ വീഡിയോ വേണം. അതിന് എത്ര പൈസ വേണമെങ്കിലും അവർ തരും. പിന്നെ നീ ഇപ്പോൾ തന്നെ അച്ചായൻ്റെ ഹോം സ്റ്റേയിൽ പോയിട്ട് റൂം നമ്പർ 33 ബുക്ക് ചെയ്യണം. എന്നിട്ട് റൂമിൽ എല്ലാ സ്ഥലത്തും ഹിഡൻ ക്യാമറകൾ വെക്കണം. അതും HD ക്ലാരിറ്റി ഉള്ളത് തന്നെ എടുക്കണം. പിന്നെ മൈക്ക് 2 എടുത്തു. അഥവാ ഒന്നിൽ സൗണ്ട് റെക്കോർഡ് ആയില്ലെങ്കിൽ മറ്റൊന്നുണ്ടല്ലോ. എടാ, നീ എങ്ങനെ അവളെ റൂമിൽ കയറ്റും? അതിനൊക്കെ വഴിയുണ്ട് മോനെ. അവൾ ചെടികളുടെ ഫോട്ടോ എടുക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ചിത്രങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് കാര്യങ്ങൾക്ക് എത്രത്തോളം വ്യക്തത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ അവിടം വിടാവൂ എന്നാണ് അവൾ പറഞ്ഞത്. അതിന് റൂം എടുക്കണമെന്നും ലാപ്ടോപ്പിൽ ചാർജ് നിൽക്കില്ല എന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, നാളെ അവിടെ വെച്ച് കാണാം. പിന്നെ ഒരു കാര്യം, ആക്രാന്തം കൂട്ടി കൊളമാക്കരുത്. വീഡിയോയ്ക്ക് ലെങ്ത് കുറഞ്ഞാൽ ക്യാഷ് കിട്ടുന്നതും കുറയും. എടാ, കഴിഞ്ഞ 2 കേസും ഞാനല്ലേ ചെയ്തത്. പൊന്നെ, അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ആ 2 പെൺകുട്ടികളും തൂങ്ങിച്ചത്തത് നീ മറന്നോ? ഭാഗ്യത്തിന് അവളുമാർ എൻ്റെ പേരെഴുതി വെക്കാത്തത്. എഴുതി വെച്ചാൽ തന്നെ ഇപ്പം എന്താ കുഴപ്പം? നമ്മുടെ സാജൻ വക്കീലില്ലേ, അയാൾക്ക് കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വരും. പട്ടിയെ ആടാക്കി മാറ്റുന്ന വക്കീലാണ് അയാൾ. പിന്നെ നമ്മുടെ പോലീസ് എങ്ങാനും മണം പിടിച്ചു വരുമെന്നായിരുന്നു എൻ്റെ അടുത്ത പേടി. പക്ഷേ അത് നടന്നില്ല. ഇവന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ. മരണത്തിൽ ദുരൂഹത എന്ന് പറഞ്ഞ് ആ 2 പെൺകുട്ടികളുടെയും ബന്ധുക്കൾ കേസ് കൊടുക്കാത്തതായിരുന്നു. പക്ഷേ നമ്മുടെ പൊട്ട പോലീസിനുണ്ടോ നമ്മുടെ ഈ ടെക്നോളജി, ലോകത്തെ കഴിവും വിവരവും? അവരെന്നിട്ട് ആ 2 കേസും ക്ലോസ് ചെയ്തു. എങ്ങനെ? മരണം ആത്മഹത്യ തന്നെയാണെന്നും അതിന് കാരണം കോളേജിലെ പഠനഭാരവും കഠിനമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ മാത്രം തയ്യാറാക്കാൻ പറയുന്ന കോളേജ് മാനേജ്മെൻറ്റിനോടുള്ള വെറുപ്പ്, അതുകൊണ്ട് തന്നെ ജീവിതത്തോട് വെറുപ്പ് തോന്നി തുടങ്ങിയെന്നും അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം. ഇതൊക്കെ തന്നെ ക്ലോസിംഗ് റിപ്പോർട്ട്. പിന്നെ നമ്മുടെ പോലീസിന് തെളിവ് കിട്ടിയത് അവളുമാർക്ക് ചെയ്യാൻ കൊടുത്ത പ്രോജക്റ്റ് ആയിരുന്നു. 2 പേർക്കും കാട്ടിലെ സൂക്ഷ്മജീവികളുടെ ജീവിത രീതിയും മറ്റുമൊക്കെ ആയിരുന്നു. ഉൾക്കാട്ടിൽ പോവാതെ അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ടുകളും കിട്ടില്ല എന്നും പ്രോജക്റ്റ് റിപ്പോർട്ടിന് വെക്കാതെ ഫൈനൽ എക്സാം എഴുതാൻ യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല എന്നും അവർ തെളിവിൽ പറയുന്നു. എടാ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? എടാ, അതൊക്കെ ന്യൂസ് പേപ്പറിലും TV ന്യൂസിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ന്യൂസ് പേപ്പർ നോക്കുന്ന ഒരാൾ, അതും ഈ താൻ. എടാ, അതല്ല, നമ്മൾ റേപ്പ് ചെയ്ത് വീഡിയോ പിടിച്ച പെൺകുട്ടികളല്ലേ അവർ. എന്തുകൊണ്ടാണ് തൂങ്ങാൻ കാരണമെന്ന് പകൽ പോലെ നമുക്കല്ലേ അറിയുന്നത്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസിലുണ്ടോ എന്നറിയാനല്ലേ ഞാൻ ന്യൂസ് നോക്കിയത്. നീയപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോടത് പറയാതിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പോലീസ്. ഇവർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ടില്ല. ഈ പഴയ ടെക്നോളജി വെച്ച് കേസ് അന്വേഷണം നടത്തിയാൽ എവിടെ നിന്ന് തെളിവ് കിട്ടും? അത്ര ബുദ്ധിയുള്ള ആരെങ്കിലും പോലീസിൽ ചേരുമോ? വല്ല അമേരിക്കയിലും പോയി നല്ല കമ്പനിയിൽ ജോലി ചെയ്യുക എന്നല്ലാതെ പറഞ്ഞ് സാലറി കിട്ടും. പിന്നെ നമ്മൾ കുടുങ്ങാത്തതിന് വേറെ കാരണവും കൂടിയുണ്ട്. നമുക്ക് ആ പെൺകുട്ടികളുമായി മുൻകാല പരിചയമില്ല. നമ്മളോ അവളോ ഫോണിൽ വിളിച്ചിട്ടില്ല. അവരെയും നമ്മളെയും ഒരുമിച്ച് നമ്മുടെ കോളേജിലോ മറ്റോ ആരും കണ്ടിട്ടില്ല. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് എല്ലാം ചെയ്യാനും പറ്റി. പിന്നെ നമ്മുടെ രീതി എപ്പോഴും സേഫ് സോണിൽ നിന്ന് മാത്രമായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പെൻ ഡ്രൈവും അങ്ങനെയുള്ളതാണല്ലോ. അവർക്കതിലെ വീഡിയോ കാണണമെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതോടെ വീഡിയോയുടെ ഒറിജിനൽ അവരുടെ കമ്പ്യൂട്ടറായി മാറും. ഇതൊക്കെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാം. പോലീസിന് ആ വീഡിയോ കിട്ടിയാൽ തന്നെ അതിൻ്റെ ഉറവിടം എവിടെയെന്ന് നോക്കും. അതാണല്ലോ അവരുടെ രീതി. പക്ഷേ അതാരുടെ കയ്യിൽ നിന്നാണോ കിട്ടിയത് അത് അവരുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പോ ആയിരിക്കും. അപ്പോൾ ശരി, മറക്കണ്ട, കാര്യങ്ങൾ സേഫ് ആയിരിക്കണം. പിറ്റേന്ന് രാവിലെ വിനു മാളുവിൻ്റെ അടുത്തെത്തി. പോകാം അല്ലേ? പോകാം. താനെന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എന്നാൽ നമുക്ക് പോകുന്ന വഴി കഴിക്കാം. കാട്ടിലെത്തുന്നതിന് മുൻപ് നല്ലൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ ബീഫും പൊറോട്ടയും നല്ല ടേസ്റ്റാണ്. അയ്യോ, ഞാൻ വെജിറ്റേറിയനാണ്. അതും ഇവിടെ നല്ല മസാല ദോശയും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട്. താൻ എന്നെ ഡ്രൈവറാക്കാതെ ഇവിടെ മുൻപിൽ വന്നിരിക്കൂ. അവൾ കാറിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നു. കാർ അതിവേഗം ഓടിത്തുടങ്ങി. താൻ ഈ വഴിക്കൊക്കെ ഒന്ന് നോക്കിക്കോ.
എന്ത് നല്ല മനോഹരമാണ്. പച്ചപ്പുകൾക്കിടയിൽ ചുവന്നതും മഞ്ഞ നിറവും കൂടി കലർന്ന മരങ്ങളും പൂക്കളും. ഹോ, എന്തൊരു ഭംഗി! ചെറിയ മഴയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഉഷാറായേനെ. ഇയാൾ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒരു മനോഹാരിത കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെന്താ, കോളേജ് ലൈഫൊക്കെ അടിപൊളിയല്ലേ? പിന്നെ സൂപ്പറല്ലേ? തൻ്റെ കൂട്ടുകാരികളൊക്കെ എവിടെ? അവരെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അവരുടെ പ്രോജക്റ്റ് നാട്ടിൻ പുറത്തെ പുഴകളെക്കുറിച്ചും പാടങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അവർ അങ്ങോട്ട് പോയി. ഞാൻ ഇഷ്ടപ്പെട്ടത് തന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി ഇവിടെ നിന്ന് ഇട്ടാൽ പിന്നെ ഫുഡൊന്നും കിട്ടില്ല. എന്നാൽ കഴിക്കാം. വേണ്ടത് ഓർഡർ ചെയ്തോ. എനിക്കൊന്ന് ഫോൺ ചെയ്യാനുണ്ട്. നീ ഓർഡർ മെനു നോക്കി ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തോ. ഇയാൾക്ക് നോണൊക്കെ വേണ്ടേ? വേണ്ട, നീ ഓർഡർ ചെയ്തോ. എനിക്കും അത് മതി. അവൻ ഫോൺ എടുത്ത് വിളിച്ചു. അരുണേ, എടാ, എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം സെറ്റ്. പിന്നെ വിനു, ഒരു കാര്യം കൂടി. ഇന്നിവിടെ ഹോം സ്റ്റേയിൽ ആളുകൾ തീരെയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമാണല്ലേ? ക്യാമറ ഒക്കെ സെറ്റല്ലേ? പക്കാ സെറ്റ്. ഓക്കെ, എന്നാൽ ശരി. ഫുഡ് കഴിച്ച അവർ നേരത്തെ ഹോം സ്റ്റേയിലെത്തി. എന്നാൽ നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? വേണ്ട, ഇവിടെ തന്നെ കുറേ ചെടികളുണ്ട്. അതിൻ്റെ ഫോട്ടോസ് എടുത്തോളൂ. പിന്നെ എനിക്ക് ഇവിടെ ചില പരീക്ഷണമൊക്കെ ഉണ്ട്. വിനു അവിടെ പോയിരുന്നോളൂ. എന്നാൽ ശരി, ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഉണ്ടാകും. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടേക്ക് വന്നാൽ മതി. എന്നാൽ ശരി. കുറേ കഴിഞ്ഞാണ് പിന്നെ മാള് വന്നത്. വിനു, ആ മാള് വന്നോ? ഞാനിവിടെ കിടന്നൊന്ന് മയങ്ങി. സോറി, ഞാൻ ഒരുപാട് ലേറ്റായി. ചെടികളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഫോട്ടോ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? ഇപ്പോൾ സമയം കുറേ ആയില്ലേ? ഇനി പോയാൽ പണി കിട്ടും. കാട്ടിൽ നിന്നും ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാനും മറ്റും ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞാൽ കാടിൻ്റെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. നാളെ പോകാനേ പറ്റൂ. എന്നാ വാ, നമുക്ക് റൂമിലോട്ട് പോകാം. അവിടെ ഇരുന്ന് നോട്ടുകളൊക്കെ തയ്യാറാക്കാലോ. റൂമിലെത്തിയതും വിനു മാളുവിനെ കടന്നു പിടിച്ചു. വിനു, വിടു പ്ലീസ്. എന്തായി കാണിക്കുന്നത്? അവൾ പേടിയോടെ പറഞ്ഞു. ഇവിടെ മുഴുവൻ ഹിഡൻ ക്യാമറകളാണ്. പിന്നെ നീ ഇവിടുന്ന് എത്ര ഒച്ച വെച്ചാലും ആരും കേൾക്കാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരും കേൾക്കാനും പോകുന്നില്ല. അവൻ അഹങ്കാരത്തോടെ ചിരിച്ചു. നീ മാന്യമായി സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം. നീ കോളേജിലെ സെക്കൻഡ് ഇയറിൽ ഉണ്ടായിരുന്ന നീതുവിനെയും നിത്യയും അറിയോ? അറിഞ്ഞാലും ഇല്ലെങ്കിലും അവരെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവർ തൂങ്ങിച്ചെത്തു. എന്ത് കാര്യം? അവർക്ക് പോയി. എനിക്ക് വേണ്ടതൊക്കെ കിട്ടി. നല്ല HD ക്ലിയർ റേപ്പിംഗ് വീഡിയോ. അതുപോലെ താനും അത്രമാത്രമേ എനിക്കുള്ളൂ. പിന്നെ അവർ ചത്തപ്പോൾ ആത്മഹത്യാക്കുറിപ്പായി എൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. കാരണം അവർക്ക് നന്നായി അറിയാം. പിന്നെ വേട്ടയാടുന്നത് മീഡിയ ആയിരിക്കും. ചാനലും പത്രക്കാരും അതങ്ങ് ആഘോഷിക്കും. പിന്നെ അവരുടെ വീട്ടുകാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പീഡിപ്പിച്ച പെൺകുട്ടികൾക്ക് നാട്ടിൽ നല്ല വില ഉണ്ടാകുമല്ലോ. വിനു അവളുടെ ഷാൾ അഴിച്ചെടുത്തു. പിന്നെ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അവൾ നിലത്ത് വീണു പിടഞ്ഞു. അടിയുടെ വേദനയും ട്രാപ്പിൽ കുടുങ്ങിയ സങ്കടവും അവളെ വല്ലാതെ തളർത്തി. തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, വിനു, എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. നിനക്കും ഇല്ലേ അമ്മയും പെങ്ങളും? അവൾ വീണ്ടും അവനോട് കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നു. വീണ്ടും ഡോറിൽ മുട്ടുന്ന ശബ്ദം. ആരായിരിക്കും അത്? ഡോറിലെ മുട്ട് വീണ്ടും വീണ്ടും കൂടി വന്നു. വിനു മാളുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, മിണ്ടിപ്പോകരുത്, കൊന്നുകളയും ഞാൻ. എന്നാൽ അവൻ്റെ മുഖത്തെ പേടി മാളുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു. പിന്നെ ചുണ്ടിലൊരു ചിരിയും. ഇവൾക്ക് പെട്ടെന്ന് എന്തോ പറ്റിയെന്നറിയാതെ മേലോട്ട് നോക്കി നിന്ന വിനുവിൻ്റെ മർമ്മസ്ഥാനത്തേക്ക് നോക്കി മാളു ശക്തമായ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അവൻ വേദനയോടെ തറയിൽ വീണു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ ഡോറിൻ്റെ ലോക്ക് തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് വനിതാ പോലീസായിരുന്നു. കൂടെ കോളേജിലെ 2 അധ്യാപകരും CI അടക്കമുള്ള പോലീസ് മേധാവികളും. സോറി മോളെ, വരാൻ അല്പം താമസിച്ചു അല്ലേ? വനിതാ പോലീസ് ദേവി മാളുവിനെ നോക്കി പറഞ്ഞു. ഇല്ല സാർ. അപ്പോഴേക്കും CI ബിജു വിനുവിൻ്റെ കഴുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താണ് പെട്ടെന്ന് അവിടെ സംഭവിച്ചതെന്നറിയാതെ വിനു ചുറ്റും ഒന്ന് നോക്കി. എവിടെയോ പണി പാളിയതായി അവന് തോന്നി. വേഗം തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു. അപ്പോഴേക്കും അവൻ്റെ മുഖത്ത് CIയുടെ കൈകൾ പതിഞ്ഞു. അവൻ എതിർഭാഗത്തേക്ക് തെറിച്ചു വീണു. ഛേ റാസ്കൽ, താൻ മാത്രം ഹീറോ കളിച്ച് നടന്നാൽ മതിയോ? ഇവിടെ ഞങ്ങൾ പോലീസുകാർ പിന്നെ എന്തിനാ? നിന്റെ സാജം വക്കീലിനെ ഞങ്ങൾ പൂട്ടി. ഇനി ഫോൺ എടുത്ത് അവനോട് മുൻകൂർ ജാമ്യം എടുക്കാൻ പറയണ്ട. താൻ കാരണം ഒന്നുകൊണ്ട് മാത്രം പാവപ്പെട്ട 2 പെൺകുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. എന്നിട്ട് താൻ വീണ്ടും ചെറ്റത്രം കാണിക്കുന്നു അല്ലേ? ഇന്ന് നിന്റെ അവസാനമാണ്. CI അവനെ വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. അവൻ അവശനായി. ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. സോറി സർ, അധ്യാപകരെ നോക്കി CI പറഞ്ഞു. അധ്യാപകന്റെ മുന്നിലിട്ട് ഒരു വിദ്യാർത്ഥിയെ തല്ലുന്നത് ശരിയല്ല എന്നറിയാം. പിന്നെ ഈ അടി നമ്മുടെ തിരക്കഥയിൽ ഇല്ലാത്തതുമായിരുന്നു. പക്ഷേ സാർ, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല സാർ, ഇവനെ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ. സാർ, ഇതൊക്കെ എന്ത്? സ്റ്റേഷനിൽ ചെന്നിട്ട് ചെറിയ വലിയ ഡോസുകളും ഒക്കെ ഉണ്ട്.
പക്ഷേ അതിനു മുൻപ് ഇവൻ അറിയണം എങ്ങനെയാണ് നമ്മൾ ഇവരെ കുടുക്കിയതെന്ന്. വിനു, ചെറ്റേ, കേട്ടോടാ നാറി, നിന്റെ ക്യാമറമാനെ ഞങ്ങൾ പൂട്ടി. അവൻ്റെ കാലുകൾ രണ്ടും ഒടിഞ്ഞു. പോലീസിനെ കണ്ടപ്പോൾ ഓടാൻ നോക്കിയതായിരുന്നു. കാല് തട്ടി താഴേക്ക് വീണു. അവൻ ജീപ്പിലുണ്ട്. കാലിന് ശക്തമായ വേദന തന്നെയുണ്ട്. അനുഭവിക്കട്ടെ, ഇനി അനുഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്നാ കേട്ടോടാ, പോലീസുകാരൊക്കെ മണ്ടന്മാരാണെന്ന് നീ കരുതിയല്ലേ? പക്ഷെ നിനക്ക് തെറ്റി. സൈബർ വിങ് ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു ആരൊക്കെ കൂടുതൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തുക. അതിൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിച്ചു വരുന്നത് നിങ്ങളായിരുന്നു. ആ ഇടയ്ക്കാണ് 2 കുട്ടികൾ തൂങ്ങി മരിച്ചതും. അങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഒരുപക്ഷേ നിങ്ങൾക്കെതിരെ ഒരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടികൾ 2 ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ദയനീയാവസ്ഥ കണ്ട ഞങ്ങൾ പിന്നെ പീഡനത്തിന്റെ കാര്യങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തില്ല. പിന്നെ അതൊരു സാധാരണ ആത്മഹത്യയായി ചിത്രീകരിച്ച് കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ നിയമപരമായി കേസ് ക്ലോസ് അല്ലായിരുന്നു. പിന്നെ ഡേറ്റ കൂടുതൽ ഉപയോഗിച്ചവരെ ഹാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഒന്ന് ടാർഗറ്റ് ചെയ്തു. കോളേജിൽ നിന്നും പോലീസിന് ചില വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നേരിട്ട് കോളേജിൽ സെർച്ചിന് വരുമ്പോൾ അത് യഥാർത്ഥ കുറ്റവാളികൾ കോളേജിലുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനും ഈ ഒരു സെർച്ച് ഉപകാരപ്പെടും. അങ്ങനെ ഞങ്ങൾ പോലീസും കോളേജിലെ മുതിർന്ന അധ്യാപകരും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കി. അങ്ങനെയാണ് മാളുവിനെ ഒപ്പം കൂട്ടിയത്. ഒരിക്കൽ മാളു നിന്റെ സഹായം തേടി വന്നു പ്രോജക്റ്റ് റിപ്പോർട്ടിന് വേണ്ടി. അവൾ നിന്റെ ഫോൺ വാങ്ങി ക്യാമറ ചെക്ക് ചെയ്യാൻ പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് ഒരുപാട് സസ്യങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടി വരുമെന്നും അവളുടെ ഫോണിൽ വേണ്ടത്ര ക്ലാരിറ്റി കിട്ടില്ല എന്നും അവൾ നിന്നോട് പറഞ്ഞു. പക്ഷെ നീ അറിയാതെ അവൾ അതിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതോടെ നിന്റെ കംപ്ലീറ്റ് ഡേറ്റയും ഒപ്പം ഫയലുകളും ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടി. അതുവഴി നിന്റെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാനുള്ള റേപ്പ് വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പ് കിട്ടിയതിന് അതിൽ നിന്റെ സാന്നിധ്യവും കൂടി കണ്ടപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വന്നു. എങ്ങനെയായിരിക്കും നിങ്ങൾ അവളെ ട്രാപ്പിൽ പെടുത്തിയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയായിരുന്നു പിന്നെ പോലീസിന്റെ പണി. പിന്നെ തന്നെ പിടിക്കണമെങ്കിൽ വ്യക്തമായ തെളിവും സാക്ഷിമൊഴികളും കൂടി വേണമല്ലോ. അതെല്ലാം ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ ഈ നാടകം. ഇപ്പം മനസ്സിലായില്ലേ പോലീസിന്റെ ബുദ്ധി? പൂട്ടുമ്പോൾ കൃത്യമായ പ്ലാനിങ് വേണം. ഒരുപാട് കേസ് സെക്ഷനായി നിന്റെ തലയിൽ കെട്ടിവെക്കണം. പിന്നെ പുറം ലോകം കാണാതിരിക്കാൻ. പിന്നെ തന്നെ പോലെയുള്ളവർക്കൊരു വിചാരമുണ്ട്, പോലീസ് പിടിച്ചാൽ എൻ്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കില്ല എന്നും കുറച്ചു കാലം അകത്ത് കിടന്നാൽ തിരിച്ചു പോരാ എന്നും. എന്നിട്ട് നാട്ടിൽ വീണ്ടും അടുത്ത തട്ടിപ്പുകളും നടത്തും. ഇത് കാരണം കൊണ്ട് തന്നെ നിന്നെപ്പോലെയുള്ള ക്രിമിനലുകൾ വീണ്ടും വളരുന്നത്. ജയിലിൽ നിന്നും ഇറങ്ങിയാൽ വീണ്ടും ഇതുപോലെയുള്ള ചെറ്റത്തരം ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ലോയറിനെ വെച്ച് തടി തപ്പും എന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിലനിൽക്കും. പക്ഷേ ഇപ്പോൾ കളി മാറി. നിന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് നിനക്കൊരു പ്രത്യേക ഇഞ്ചക്ഷൻ നൽകും. അതുവഴി നിന്റെ ലൈംഗിക ഹോർമോണുകൾ നശിച്ചു തുടങ്ങും. പിന്നെ ഏതൊരു പെണ്ണിനെ കണ്ടാലും നിനക്ക് വികാരം ഉണ്ടാകില്ല. ഇത് പണ്ടത്തെ പാടത്ത് ട്രാക്ടർ ഇല്ലാത്ത കാലത്ത് കാളകളെ വെച്ച് പാടങ്ങൾ കൃഷി ആവശ്യത്തിന് നികത്തിയിരുന്നു. അപ്പോൾ മറ്റു പശുക്കളെയോ എരുമകളെയോ കണ്ടാൽ പൂട്ടുന്ന കാളകൾ ഓടാതെ അടങ്ങി നിർത്തുവാൻ ഉപയോഗിച്ച രീതിയായിരുന്നു. പിന്നെ ഈ ഇഞ്ചക്ഷൻ്റെ വീര്യം പതുക്കെ നിന്റെ നാഡീവ്യൂഹങ്ങളെ കൂടി നശിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ തന്നെപ്പോലെയുള്ള ക്രിമിനലുകളെ കൊല്ലാതെ കൊല്ലും. പിന്നെ നിന്റെ ഈ ദുരിതം ജീവിതാവസാനം വരെ പിന്തുടരും. എല്ലാം പറഞ്ഞു തീർത്ത CI പറഞ്ഞു. എടാ, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ പെൺകുട്ടിയും കോളേജിൽ വരുന്നത്. ഒരു നല്ല കോളേജ് ജീവിതം കൂടെ നല്ലൊരു ജോലിയും എല്ലാം. ഇതെല്ലാം നീ അവർക്ക് നഷ്ടമാക്കി. കോൺസ്റ്റബിൾ, ഇവനെ പിടിച്ച് ജീപ്പിൽ കൊണ്ടിരുത്തു. എന്നിട്ട് നേരെ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. അവിടെ ബിന്ദു എന്നു പേരുള്ള ഒരു ഡോക്ടറുണ്ട്. അവരെ കണ്ടാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ക്യാമറമാനെയും ആ ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ. പച്ച വെള്ളം പോലും കൊടുക്കണ്ട 2 എണ്ണത്തിനും. എന്നാ പിന്നെ നമുക്ക് പോകാമല്ലേ മാളു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ രാത്രി ഇനി പോകാൻ പറ്റുമോ? പിന്നെന്താ മാളു, ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാ ശരി സാറേ, അടുത്ത കെണിക്ക് നമുക്ക് ഈ ഹോം സ്റ്റേയുടെ മുതലാളിയെ പൂട്ടണം. എല്ലാം ശരിയാക്കാം. തെറ്റ് ചെയ്യുന്നവൻ എത്ര വലിയ മുതലാളിയായാലും ശിക്ഷിക്കപ്പെടും. എല്ലാവരും നടന്നകലുമ്പോൾ നീലാകാശത്തിലെ പുതിയ ആ 2 നക്ഷത്രദീപങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.